നമസ്കാരം. മാറ്റങ്ങളെക്കുറിച്ചും പുതിയ തുടക്കങ്ങളെക്കുറിച്ചുമുള്ളൊരു സംഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെക്കുറിച്ചോ അല്ല. പക്ഷേ നമ്മുടെ ആരോഗ്യവും വരുമാനവും ജീവിതത്തിലെ ഒരു സന്തോഷവും സംതൃപ്തിയുമൊക്കെ ഒരുമിച്ചെങ്ങനെ കൊണ്ടുപോകാമെന്ന് നോക്കാനാണ്. അതിനൊരു പുതിയ വഴിയുണ്ട്. ഈ വാക്കുകൾക്ക് ഇന്നെന്തൊരു ആഴമാണല്ലേ. ചുറ്റുമൊന്ന് നോക്കിയാ മതി. ജോലിയിലോ സാമ്പത്തിക കാര്യങ്ങളിലോ എന്തിന് ആരോഗ്യത്തിൽ പോലും ഒരു ഉറപ്പുമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു ലോകത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, നമുക്ക് സ്വന്തമായിട്ട് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒന്നിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളെല്ലാവരും നന്നായി പഠിച്ചു, കഷ്ടപ്പെട്ടു ജോലി ചെയ്തു, എല്ലാം ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് ജീവിതത്തിന് ഭാരം കൂടിക്കൂടി വരുന്നതായി തോന്നുന്നത്? മുന്നോട്ടു പോകുന്തോറും ഒരുതരം ടെൻഷൻ കൂടുന്നത് പോലെ. ഈ ഒരു ചിന്തയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണത് കരുതേണ്ട. പണ്ടത്തെ പോലെയല്ല അല്ലേ? ഒരു ഡിഗ്രി കിട്ടിയാൽ നല്ലൊരു ജോലി കിട്ടും, ജീവിതം സുരക്ഷിതമാകും എന്നതൊക്കെ പഴയ കഥയായി. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത്. പക്ഷെ അവർക്കൊന്നും പറ്റിയ അവസരങ്ങളിവിടെ ഉണ്ടോ? വളരെ കുറവാണ്. ഇതൊരു പക്ഷേ ഇന്ത്യയിലെ എല്ലാ ഇടത്തരം കുടുംബങ്ങളുടെയും ഒരു യാഥാർത്ഥ്യമാണ്. ശമ്പളം കൂടുന്നതിനേക്കാൾ വേഗത്തിലാണ് വീടിന്റെ ലോണും വണ്ടിയുടെ EMIയും മറ്റു ചിലവുകളുമൊക്കെ കൂടുന്നത്. മാസം അവസാനമാവുമ്പോഴേക്കും കയ്യിൽ ഒന്നും മെച്ചം വെക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഓട്ടപ്പാച്ചിലിനിടയില് നമ്മളെ ഏറ്റവും അവസാനം ശ്രദ്ധിക്കുന്ന ഒന്നായി നമ്മുടെ സ്വന്തം ആരോഗ്യം മാറുകയാണ്. എപ്പോഴും ടെൻഷൻ, സ്ട്രെസ്, പിന്നെ ജീവിതശൈലീ രോഗങ്ങളും. ഇതെല്ലാം നമ്മുടെ എനർജിയും പണവും ഒരുപോലെ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പോ ഇതിനൊക്കെ കാരണം നിങ്ങളാണോ? നിങ്ങളുടെ കഴിവുകേടാണോ? അല്ല, ഒരിക്കലുമല്ല. ഇത് നിങ്ങളുടെ മാത്രം പരാജയമല്ല. നമ്മൾ ജീവിക്കുന്ന ഈ സിസ്റ്റം, ഈ വ്യവസ്ഥിതി നമ്മുടെ മേൽ തരുന്ന ഒരു സമ്മർദ്ദമാണ്. ഇത് തിരിച്ചറിയുന്നതാണ് ഇതിനൊരു പരിഹാരം കാണാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ശരി, നമുക്ക് ഈ 5 പ്രധാന സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഒന്നാമത്തത് ജോലിയിലെ ഒരു ഉറപ്പില്ലായ്മ. രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, കാരണം ഒരുപാട് ജോലികൾ ഇല്ലാതാകുന്നു. 3, പണക്കാർ കൂടുതൽ പണക്കാരാവുകയും സാധാരണക്കാർ സാമ്പത്തികമായി താഴോട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. 4, നല്ല ചികിത്സയും ആരോഗ്യ സംരക്ഷണവുമൊക്കെ ഒരുപാട് പണമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒന്നായി മാറുന്നു. പിന്നെ ഏറ്റവും അവസാനമായി, ഇതെല്ലാം കാരണം നമുക്കുണ്ടാകുന്ന മാനസികമായ തളർച്ച. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ജീവിതം ഇത്രയും ഭാരമുള്ളതായി നമുക്ക് തോന്നുന്നത്. ഈയൊരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ. മാസം 1 ലക്ഷം രൂപ ശമ്പളം എന്നു പറയുന്നത് പലരുടെയും ഒരു സ്വപ്നമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത്രയും വരുമാനം കിട്ടിയിട്ടുപോലും ലോണുകളും ചെലവുകളും എല്ലാം കഴിഞ്ഞ് കയ്യിലൊന്നും ബാക്കിയില്ലാത്തൊരവസ്ഥ. ഇത് കാണിക്കുന്നതെന്താണ്? പ്രശ്നം നമ്മുടെ കഷ്ടപ്പാടിന്റെ കുറവല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ സിസ്റ്റത്തിന്റെ സമ്മർദ്ദം എത്രത്തോളം വലുതാണെന്നാണ്. ഇത്രയും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങളെ പേടിപ്പിക്കാനല്ല, മറിച്ച് ഈ പ്രതിസന്ധിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ അവസരത്തെക്കുറിച്ച് പറയാനാണ്. ആ അവസരത്തിന്റെ പേരാണ് വെൽനസ്, ആരോഗ്യം. അതാണ് ഇനി നമ്മുടെ ഏറ്റവും വലിയ മുതൽമുടക്ക്. അപ്പോ എന്താണ് ഈ വെൽനസ്? അത് വെറുതെ സൗന്ദര്യം നോക്കുന്നതോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതോ മാത്രമല്ല. ഇന്നത്തെ ഈ ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഒരു കരുതലും പ്രതിരോധശേഷിയുമാണ് വെൽനസ്. സാമ്പത്തികമായി എന്ത് പ്രതിസന്ധി വന്നാലും ആളുകൾ ആരോഗ്യത്തിനു വേണ്ടി ചിലവാക്കുന്നത് നിർത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു റിസഷൻ പ്രൂഫ് അവസരമാണ്. അപ്പോ ഈ വെൽനസ് എന്ന വലിയ അവസരത്തെ നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം? എങ്ങനെയാണതിനൊരു വരുമാനമാർഗമാക്കി മാറ്റാൻ കഴിയുക? അതിനുള്ളൊരു ഉത്തരമാണ് വെൽനസ് സംരംഭകൻ എന്ന ഈ പുതിയ മോഡൽ. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമുണ്ടാക്കിയെടുത്ത ഒന്ന്. ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. ഓരോ പ്രശ്നത്തിനും ഈ മോഡൽ എങ്ങനെയാണ് ഒരു പരിഹാരം തരുന്നതെന്ന് ഇതിൽ വളരെ വ്യക്തമാണ്. ജോലി പോകുമോ എന്ന പേടിക്ക് പകരം പല വഴികളിലൂടെ വരുമാനം, മെഷീനുകൾക്കൊരിക്കലും തരാൻ പറ്റാത്ത, മനുഷ്യർക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന ആ സ്നേഹവും കരുതലും, ആരോഗ്യത്തിനു വേണ്ടി പണം ചെലവാക്കുന്നതിന് പകരം ആരോഗ്യം നന്നാക്കിക്കൊണ്ട് തന്നെ വരുമാനമുണ്ടാക്കാനുള്ള ഒരു അവസരം. ഇതിന്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, വിദ്യാർത്ഥി ആയിക്കോട്ടെ, ആർക്കും അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. സാധാരണ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ, അല്ലേ? എന്നാൽ ഇവിടെ ഇതിന്റെ ഒന്നിന്റെയും ആവശ്യമില്ല. വളരെ സാമ്പത്തിക റിസ്ക് ഒന്നുമില്ലാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒന്നാണത്. ഇതൊരു വിൽപ്പന മാത്രമല്ല, നിങ്ങളെ വളർത്തുന്ന ഒരു പഠനം കൂടിയാണ്.
ആരോഗ്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ വളരെ ലളിതമായി പഠിക്കാം. സ്വന്തമായൊരു ബിസിനസ് എങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പഠിക്കാം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തെ അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനമായിട്ട്, സാധാരണ ശമ്പളം പോലെയല്ലാതെ നിങ്ങൾ സജീവമായി ജോലി ചെയ്യാത്തപ്പോഴും വരുമാനം തരുന്ന ഒരു സിസ്റ്റം, അതായത് ഒരു റെസിഡ്യുവൽ ഇൻകം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ ഈ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പണം മാത്രമല്ല. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് പണത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ. ആരോഗ്യമുള്ള ഒരു ജീവിതം, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നൊരു സന്തോഷം, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇവിടെ പലതരത്തിൽ വരുമാനമുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ച് എല്ലാ ആഴ്ചയും വരുമാനം നേടാം. അതോടൊപ്പം നിങ്ങളുടെ ടീം വളരുന്നതിനനുസരിച്ച് എല്ലാ മാസവും കമ്മീഷനുകൾ കിട്ടും. കാലക്രമേണ നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സജീവമായി ജോലി ചെയ്തില്ലെങ്കിൽ പോലും സ്ഥിരമായൊരു വരുമാനം വരുന്നൊരവസ്ഥയിലേക്ക് എത്താനും സാധിക്കും. പണത്തേക്കാളൊക്കെ വിലപ്പെട്ട ഒന്നാണ് നമ്മുടെ മനസ്സമാധാനം, അല്ലേ? ഈ മോഡൽ നിങ്ങളുടെ സമയത്തിന് ഒരു നിയന്ത്രണം തരുന്നു, മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കാൻ സഹായിക്കുന്നു, വെറുതെ ഫോണിൽ സമയം കളയുന്നതിന് പകരം ജീവിതത്തിനൊരു ലക്ഷ്യബോധം തരുന്നു. നിങ്ങളിവിടെ ചെയ്യുന്നത് ഒരു ഉൽപ്പന്നം വിൽക്കുക എന്നതിലുപരി ഓരോ കുടുംബത്തിലേക്കും ആരോഗ്യത്തെക്കുറിച്ചുള്ള ശരിയായ അറിവെത്തിക്കുകയാണ്. ആളുകളെ അവരുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരുന്നതിന്റെ ഭാഗമാവുകയാണ്. ഈയൊരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. പുറത്തുള്ള സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. വിലക്കയറ്റത്തെയോ തൊഴിലില്ലായ്മയോ നമുക്ക് ഒറ്റയ്ക്ക് തടയാൻ കഴിയില്ല. പക്ഷേ അതിനോടൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ വരുമാനം, അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ആ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു വഴിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ യാത്രയുടെ ഒരു ഭാഗമാകാനും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വെബ്സൈറ്റിലോ ബന്ധപ്പെടാവുന്നതാണ്. ഒരു പുതിയ തുടക്കത്തിന് എന്റെ എല്ലാവിധ ആശംസകളും.